ഓരോരുത്തർക്കും ഓരോ അളവിലാണ് അള്ളാഹു തആല ബുദ്ധി കൊടുക്കുക. രാഷ്ട്രീയക്കാര് ഒരുപ്പോ വലിയ ബുദ്ധിയുള്ളവരാ. രാഷ്ട്രീയക്കാർക്ക് ബുദ്ധി നിലവാരം പൊതുവെ കുറവാണ്. ബുദ്ധി നിലവാരം സംസ്കാരമൊക്കെ വളരെ കുറവായിരിക്കും അധിക രാഷ്ട്രീയക്കാർക്കും. പക്ഷെ ഓരോരുത്തർ പൈസ എത്ര ഉണ്ട് നോക്ക് നിങ്ങള്. രാഷ്ട്രീയക്കാർക്ക് എന്ത് ബുദ്ധിയുള്ളത്? കൃത്യം ഒരു 20 വർഷം മുമ്പ് 2002-2003 കാലങ്ങളില് ഈ താലിബാൻ, അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ നശിപ്പിക്കാൻ വേണ്ടി അന്ന് ജോർജ് ബുഷും ടോണി ബ്ലെയറും എത്രയോ ബില്യൺ കണക്കിന് പൈസ ചെലവാക്കി അവിടെ ബോംബിട്ട് മുല്ലാ ഉമറിനെ അന്വേഷിച്ച് കുറെ നടന്നു. താലിബാൻ തീവ്രവാദിയാണ്, താലിബാൻ സ്ത്രീവിരുദ്ധ പ്രസ്ഥാനമാണ്, താലിബാൻ യാഥാസ്ഥികരാണ്, തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് എന്നൊക്കെ പറഞ്ഞ് തീവ്രവാദികൾ എന്ന് മുദ്ര കുത്തിയ താലിബാനോടായിരുന്നു ഒരു കാലത്ത് ഈ അമേരിക്കയും ബ്രിട്ടനും ഒരുമിച്ച് സഖ്യകക്ഷി നിന്നിട്ട് യുദ്ധം ചെയ്ത് അവരെ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കി. എന്നിട്ട് അവിടെ ഹമീദ് കർസായി എന്ന് പറയുന്ന ഒരു റബ്ബർ സ്റ്റാമ്പ് പ്രധാനമന്ത്രിനെ വെച്ചു. അവര് പോയി അമേരിക്ക അവിടുന്ന് പോയതോടുകൂടെ വീണ്ടും താലിബാൻ കയറി. ഇപ്പൊ ഇന്ത്യ താലിബാന്റെ പ്രധാന നേതാവിന് നമ്മുടെ രാജ്യം എല്ലാ സ്വീകരണവും കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതേ ആള് നേരെ പോയിട്ട് RSSന്റെ കേന്ദ്രം സന്ദർശിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ആദ്യം ഒരു പത്രപ്രസ്താവന വിളിച്ച് അതിൽ സ്ത്രീകൾ ആരും ഇല്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞു. സ്ത്രീ വിരുദ്ധ പ്രസ്ഥാനാന്ന് മുമ്പേ ചീത്തപ്പേരുണ്ട്. രണ്ടാമത് സ്ത്രീകളെ കൂട്ടിയിട്ട് വീണ്ടും വേറൊരു പത്രസമ്മേളനം നടത്തി. രാഷ്ട്രീയക്കാർക്ക് നിലവാരോ സംസ്കാരോ നിലപാടുകളോ ഒന്നുമില്ല.